സ്വന്തത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സന്ധാരണത്തിന് വേണ്ടി ഖുർആൻ പകർത്തി എഴുതിയും തൊപ്പി തുന്നിയും പണം സമ്പാദിച്ചിരുന്ന ഔറംഗസീബ്, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ GDP രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ്. 24.6% അന്നത്തെ ഇന്ത്യയിലെ GDP. ഇതിനർത്ഥം ലോകത്തെ സമ്പാദ്യത്തിൻ്റെ, ലോകത്തുള്ള മുഴുവൻ സമ്പത്തിൻ്റെയും കാൽഭാഗം ഇന്ത്യയിലായിരുന്നു. ഔറംഗസീബിനെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇങ്ങനെയെല്ലാം വ്യക്തിപരമായി വിശുദ്ധി പാലിച്ചിട്ടും മതപരമായി നിഷ്ഠയുള്ളയാളായതിനാൽ ഹിന്ദുക്കളോട് ക്രൂരത കാണിച്ചയാളായി. കേരളത്തിൻ്റെ മണ്ണും മനസ്സും മതനിരപേക്ഷമാണ്. എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ISM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ കേന്ദ്രങ്ങളിൽ ഇതേപോലെയുള്ള മാനവികത സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വേവലാതിയാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷത അതൊരാശയം എന്നുള്ള നിലക്ക് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചരിത്രപരമായ പൈതൃകം എന്താണ്? ഇവിടെ സുരേന്ദ്രൻ സാർ, മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ നോവലിസ്റ്റ്, 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിലെ അതിൽ പങ്കെടുത്ത വ്യത്യസ്ത വ്യക്തികളെയും പ്രദേശങ്ങളെയും കുറിച്ച് പഠനം നടത്തിയ, യാത്ര നടത്തിയ അദ്ദേഹം പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമെല്ലാം ഒരേപോലെ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അതിന് തെളിവായി അദ്ദേഹം ഞാനടക്കമുള്ള നമ്മളിൽ പലരും മുമ്പ് കേട്ടിട്ടില്ലാത്ത വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പട നയിച്ചിരുന്ന നമ്പീശനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടായിരിക്കും അത്തരം ചരിത്രങ്ങൾ നമ്മുടെ വിസ്മൃതിയിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ചിത്രം നമുക്ക് ലഭിക്കാതെ പോയത്? ഇപ്പം ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ബ്രിട്ടീഷുകാരൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ്റെ അളവുകോലുകൾ വെച്ച് നോക്കിയാൽ ഒരു രാഷ്ട്രമായി നിലനിൽക്കുവാൻ പോലും അർഹതയില്ലാത്ത സ്ഥലമാണ് ഇന്ത്യ. നമുക്കറിയാം ബ്രിട്ടീഷ് ബുദ്ധിരാക്ഷസന്മാർ പറഞ്ഞു പോയത്, ഇന്ത്യ ഒരിക്കലും നിലനിൽക്കില്ല. വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ
ഒരു ദേശരാഷ്ട്രത്തിനുണ്ടാകണമെന്ന് ദേശരാഷ്ട്രമെന്ന സങ്കല്പം രൂപപ്പെട്ടു വന്ന യൂറോപ്പിലുള്ള ബുദ്ധരാക്ഷസന്മാർ വിചാരിച്ചിരുന്ന ഈ കാര്യങ്ങൾ, ഒന്നുകിൽ ഒരേ ഭാഷയാകണം, അല്ലെങ്കിൽ ഒരേ മതമാകണം, അല്ലെങ്കിൽ ഒരേ സംസ്കാരമാകണം, ഒരേ ജീവിത രീതിയാകണം, ഇതൊന്നുമില്ലാത്ത ഇന്ത്യ അതെന്തുകൊണ്ടാണ് ഒരിക്കലും നിലനിൽക്കുവാൻ അർഹതയില്ല എന്നവർ പറഞ്ഞ ഇന്ത്യ? പക്ഷെ ഇന്നും അത് നിലനിൽക്കുന്നു. എന്താണ് അതിൻ്റെ ചരിത്രപരമായ അടിത്തറ? നമുക്ക് ഇന്ത്യയുടെ സംസ്കാരം, ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ചൂഷണങ്ങളും അടിച്ചമർത്തലുകളും ഉച്ചനീചത്വങ്ങളുമെല്ലാം ഇവിടെ നിലനിന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ഒരു ഉൾക്കൊള്ളലിൻ്റെ സംസ്കാരം നമുക്കുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അതെങ്ങനെയുണ്ടായി? മുസ്ലിങ്ങളുടെ ഇന്ത്യയിലെ ചരിത്രത്തിലൂടെ കടന്നു വന്നാൽ തന്നെ നമ്മുടെ ചരിത്രകാരന്മാരും പാഠപുസ്തകങ്ങളുമെല്ലാം മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് അവർ അധിനിവേശകാരികളായി, അക്രമകാരികളായി കടന്നു വന്നവരാണ് എന്ന്. മുഹമ്മദ് ഖാസിമിൻ്റെ സിന്ധ് ആക്രമണം മുതൽക്കുള്ള സംഭവങ്ങൾ ഉപോത്ബലമാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം. ഞാനതിൻ്റെ ചരിത്രമൊന്നുമല്ല കടന്നു പോകുന്നത്. പക്ഷേ മുഹമ്മദ് ബിൻ ഖാസിം സിന്ധിലേക്ക് കടന്നു വരുന്നതിന് ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഇസ്ലാം പ്രചരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് കടന്നു വന്ന മാലിക് ദിനാറും കൂട്ടരും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ കേന്ദ്രമാക്കി 11 പള്ളികൾ നിർമ്മിച്ച് അവർ നടത്തിയ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ദക്ഷിണേന്ത്യയിലുമെല്ലാം ഇസ്ലാം വളർന്നത്. നമ്മുടെ ചരിത്രത്തിൽ അത്തരം കാര്യങ്ങൾ എവിടെ വെച്ചാണ് നമ്മൾ മറന്നുപോയത്? മാലിക് ദീനാറിൻ്റെ മുമ്പ് തന്നെ കേരളത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു രാജാവുണ്ടായിരുന്നുവെന്നും ആ രാജാവ് മക്കയിലെത്തി പ്രവാചക സന്നിധിയിൽ വെച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്നുമെല്ലാം വായ്മൊഴിയായി പ്രചരിച്ചിട്ടുള്ള ചരിത്രം, അതെന്തേ നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് വിസ്മൃതിയിലേക്ക് പോയത്? ആയിരത്തി 400 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രിസ്താബ്ദം 627 കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ആ മസ്ജിദിൻ്റെ രേഖകളിലുള്ളത്, അഥവാ പ്രവാചകന്റെ കാലത്ത്. അന്ന് മുതൽ ഇവിടെ ഇസ്ലാം നിലനിന്നിട്ടും അന്ന് മുതൽ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിട്ടും ആ മുസ്ലിങ്ങൾ ഒരിക്കൽ പോലും ഇവിടെ നിന്നിരുന്ന സമൂഹവുമായി സംഘട്ടനത്തിൽ ഏർപ്പെടുകയോ ഇവിടെയുണ്ടായിരുന്ന ഹിന്ദു ഭരണാധികാരികളുമായി ഏതെങ്കിലും രൂപത്തിലുള്ള കലാപങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന പോരാട്ടങ്ങൾ 1498 പറങ്കികളുടെ ആഗമനത്തിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അഥവാ മുസ്ലിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്ന് നീണ്ട 800 വർഷങ്ങൾക്ക് ശേഷം. ഇത്രയും കാലം ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും, ഇവിടെ വന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ പുറത്തു നിന്ന് വന്ന ആളുകൾ, പക്ഷേ അവരിവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു, ആളുകൾ മുസ്ലിങ്ങളായി,
ആ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമെല്ലാം ഇവിടെ സഹോദരങ്ങളായി ജീവിച്ചു. ഒരു പ്രശ്നവുമില്ല. ഇവിടെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞു സുരേന്ദ്രൻ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായൊരു ജിഹാദ് മുഴങ്ങുന്നുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സായുധമായ ജിഹാദിനുള്ള ആഹ്വാനം നമ്മൾ കാണുക ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കൃതികളിലാണ്. അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ. ആ ജിഹാദ് എന്താണ്? അമുസ്ലിങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണോ? അദ്ദേഹം ജിഹാദ് വിളിക്കാൻ ആരംഭിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് ഈ നാടിനെ കൊള്ളയടിക്കാൻ കടന്നു വന്ന പോർച്ചുഗീസുകാർ പിടിച്ചടക്കി വെച്ചിട്ടുള്ള ഈ നാടിനെ, മലബാറിനെ സ്വന്തം ചോര കൊടുത്തു പോരാടി വിമോചിപ്പിച്ചുകൊണ്ട് ആരെ ഏൽപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? സാമൂതിരിയെ ഏൽപ്പിക്കണമെന്നാണ്. ഒരു മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, ഒരു മുസ്ലിം ഭരണത്തിന് വേണ്ടി പോലുമുള്ള പോരാട്ടമല്ല, മറിച്ച് ഈ നാടിനെതിരെയുള്ള നാടിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന ഈ ആളുകൾക്കെതിരെയുള്ള പോരാട്ടം. അവിടെ അങ്ങനെയുള്ളൊരു നാട്ടിൽ എങ്ങനെയാണ് ജിഹാദ് പുതിയ പരികൽപ്പനകളിലേക്ക് പോകുന്നത്? എങ്ങനെയാണത് തെറ്റിദ്ധരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും വളരെ മുമ്പ് പോലും പുതിയ കാലത്തെ ഇസ്ലാമോഫോബിയയെ കുറിച്ച് പറഞ്ഞു. ഇസ്ലാമോഫോബിയ എന്ന സാങ്കേതിക ശബ്ദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഫോബിയ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ എങ്ങനെയുണ്ടായി? എൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലുമെല്ലാം പഠിച്ച സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ പോലും നമ്മൾ പഠിച്ചു പോയത് എങ്ങനെയാണ്? എവിടെയാണ് ഇതിൻ്റെ എല്ലാം വേര് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു പോയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല മുസ്ലിം രാജാവ്, മുസ്ലിം എന്നുള്ള നിലക്ക് മതഭക്തനായ രാജാവ് ഔറംഗസീബാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പൊതുഖജനാവിൽ നിന്ന് ഒരു നയാ പൈസ പോലും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാതെ സ്വന്തത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സന്ധാരണത്തിന് വേണ്ടി ഖുർആൻ പകർത്തി എഴുതിയും തൊപ്പി തുന്നിയും പണം സമ്പാദിച്ചിരുന്ന ഔറംഗസീബ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ GDP രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ്. 24.6% അന്നത്തെ ഇന്ത്യയിലെ GDP. ഇതിനർത്ഥം ലോകത്തെ സമ്പാദ്യത്തിൻ്റെ, ലോകത്തുള്ള മുഴുവൻ സമ്പത്തിൻ്റെയും 1/4 ഇന്ത്യയിലായിരുന്നു. ഔറംഗസീബിനെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇങ്ങനെയെല്ലാം വ്യക്തിപരമായി വിശുദ്ധി പാലിച്ചിട്ടും മതപരമായി നിഷ്ഠയുള്ളയാളായതിനാൽ ഹിന്ദുക്കളോട് ക്രൂരത കാണിച്ചയാളായി. ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റിയയാളായി. ഇത് ഇന്നൊന്നലിയല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ചരിത്രത്തിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ ചരിത്ര രചനയുടെ പിന്നിൽ ആ ലക്ഷ്യങ്ങളാണ് ഇന്ന് പൂവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യങ്ങളെ കുറിച്ച് ഈ ചരിത്ര പാഠപുസ്തകങ്ങളിലെ അപകടകരമായ സാമൂഹ്യ വിപത്തിൻ്റെ ബീജങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി സമൂഹത്തെ 35 കൊല്ലങ്ങൾക്ക് മുമ്പ് ബോധവൽക്കരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് എന്നതിൽ എനിക്ക് സത്യത്തിൽ ചാരിതാർത്ഥ്യമുണ്ട്.
ഞാനല്ല മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായത്, ആ കാലഘട്ടത്തിൽ പ്രസംഗകനായത് ചരിത്ര പാഠപുസ്തകങ്ങളിലെ വർഗീയതയ്ക്കെതിരെ എന്ന ക്യാമ്പയിനിൽ പ്രസംഗിച്ചുകൊണ്ടാണ്. ഇത് 10-35 കൊല്ലം മുമ്പത്തെ കഥയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് കേവലം ഒരു ആധുനിക പ്രതിഭാസമായി നമ്മൾ കാണരുത്. ഇത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ, നമ്മുടെ നാടെന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പൗരസ്ത്യമായ എന്തിനേയും നീചമായി, കൊള്ളരുതാത്തതായി കാണുന്ന, പാശ്ചാത്യമായി എന്തും ഔന്നതമായി ഉദാത്തമായി കാണുന്ന ഒരു സംസ്കാരം, അത് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഫലസ്തീനെ കുറിച്ച് പറഞ്ഞു. ഫലസ്തീനിൽ ഇന്നേക്ക് 23,000-ഓളം മനുഷ്യരെ, ഒക്ടോബർ 7 മുതൽ ഇന്ന് വരെയുള്ള സമയത്ത് 23,000-ഓളം മനുഷ്യരെയാണ് ചുട്ടുചാമ്പലാക്കിയത്. അതിൽ 9,000-ഓളം ചെറിയ കുട്ടികളാണ്, പൈതങ്ങളാണ്. ആ ചെറിയ പൈതങ്ങളെക്കുറിച്ച്, ഈ മനുഷ്യരെക്കുറിച്ച് എന്താണ് യൂറോപ്പിൻ്റെ കാഴ്ചപ്പാട്? അത് നമ്മൾ കണ്ടല്ലോ. യൂറോപ്യന്മാരാണല്ലോ അവിടെ വന്നുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചിട്ടുള്ളത്. അവരുടെ കാഴ്ചപ്പാടെന്താ? അവർ മൃഗങ്ങളാണ് എന്ന്, നികൃഷ്ടരാണ് എന്ന്, മനുഷ്യരായി പരിഗണിക്കാൻ പറ്റാത്തവരാണ് എന്ന്. ഈ ഒരു വീക്ഷണമാണ് ലോകത്ത് എല്ലാ തരത്തിലുമുള്ള അടിസ്ഥാനപരമായ മാനവിക പ്രശ്നങ്ങളുടെ മുഴുവനും പ്രശ്നങ്ങളുടെ മുഴുവനും വേരവിടെയാണ്. മനുഷ്യരെ രണ്ടായി കാണുന്ന അവസ്ഥ. അതാണ് ഇവിടെ സൂചിപ്പിച്ച ഫാഷിസം എന്ന ആശയമുണ്ടാകുന്നത്, നാസിസം എന്ന ആശയമുണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേവലമായ ദേശീയതയല്ല. നാസിസം എന്ന ആശയം എന്താണ്? നമ്മുടെ ഹിറ്റ്ലറെ കുറിച്ച് പറയാറുണ്ട്. ഹിറ്റ്ലർ ഏതൊരാശയമാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? ഏതാണ് ആശയത്തിൻ്റെ അടിത്തറ? ആര്യന്മാരാണ് അധീശത്വത്തിന് കഴിയുന്നവർ എന്ന ആശയം, ആര്യന്മാർക്കാണ് ബുദ്ധി കൂടുതൽ എന്ന ആശയം, ആര്യന്മാർക്കാണ് നല്ല ഭൂമിയെ സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്ന ആശയം. ആ ആര്യന്മാരുടെ ജർമ്മനി ലോകത്തിൻ്റെ അധീശത്വത്തിലേക്ക് വരുമ്പോൾ ലോകത്ത് മുഴുവനും നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന ആശയത്തിന് വേണ്ടിയാണ് അദ്ദേഹം നാസികൾ ശാസ്ത്രത്തെ കൈപ്പിടിച്ചത്. ഇന്ന് സയൻസിൻ്റെ ആളുകളായി വരുന്ന ആളുകൾ ഇന്ന് നമുക്കറിയാലോ, നവനാസ്തികന്മാർ. അവരിന്ന് ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നത് എന്തിനാ? ഈ വെറുപ്പ് ഉൽപാദനത്തിന്. അതേപോലെ അന്ന് സയൻസിൻ്റെ മുഖംമൂടിയുമായി പ്രത്യക്ഷപ്പെട്ട ഡാർവിനിസത്തെ അഥവാ ജീവപരിണാമം എന്ന ആശയത്തെ, ആ പരിണാമം എന്ന ആശയത്തിൻ്റെ ശരിതെറ്റുകളല്ല ഞാൻ പറയുന്നത്. അന്ന് ആ ഡാർവിനിസം എന്ന ആശയത്തെ സോഷ്യൽ ഡാർവിനിസമായി കൊണ്ടുവന്ന് പൂർണ്ണമായി പരിണമിച്ചു വന്ന മനുഷ്യൻ ആര്യനാണ് എന്നും യൂറോപ്യനാണ് എന്നും പരിണാമ പ്രക്രിയയിൽ പ്രാകൃതരാണ് പൗരസ്ത്യ ദേശങ്ങളിലും ആഫ്രിക്കയിലുമെല്ലാമുള്ള ആളുകൾ എന്നും അവർ നശിപ്പിക്കപ്പെട്ട്, അതല്ലെങ്കിൽ അവർ നിർമൂലനം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അടിമകളായി മാറുകയോ ചെയ്ത് ഇവരുടെ പുനരുൽപാദനം ഉണ്ടാകുമ്പോഴേ നല്ല ലോകമുണ്ടാകൂ എന്നുള്ളമുള്ള ആശയം. അതാണ് സോഷ്യൽ ഡാർവിനിസം. അതിനാണ് ഡാർവിൻ്റെ സിദ്ധാന്തം ഉപയോഗിക്കപ്പെട്ടത്. ലോകത്തെ ഏറ്റവും അധികം വ്യാപിപ്പിച്ചത് അതിനു വേണ്ടിയായിരുന്നു. അതിൻ്റെ സയൻസ് ഞാനിവിടെ പറയണില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ആശയങ്ങൾ കടന്നു വന്നിട്ടാണ് ലോകത്ത് ഇത്തരം പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. അടിസ്ഥാനപരമായി മനുഷ്യരായി കാണാൻ കഴിയാത്ത അവസ്ഥ. മനുഷ്യരിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് എന്നുള്ള ചിന്ത.
ചിലർ ഉത്തമന്മാരും മറ്റു ചിലർ അധമന്മാരാണ് എന്നുമുള്ള ചിന്ത. ജന്മത്തിൽ തന്നെ ചിലപ്പോൾ ശാസ്ത്രത്തിൻ്റെ പേര് പറയും, ചിലപ്പോൾ ദൈവശാസ്ത്രത്തിൻ്റെ പേര് പറയും. ഇന്ത്യയിൽ ദൈവശാസ്ത്രത്തിൻ്റെ പേരിൽ അത്തരം ഒരു ചിന്തയുണ്ടായിരുന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനുമെല്ലാം പരബ്രഹ്മത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഔന്നത്യവും അധമത്വവും കൽപ്പിക്കപ്പെടേണ്ടതാണ് എന്നുമുള്ള ചിന്ത. ആ ചിന്തയുടെ അടിവേരറുത്തുകൊണ്ടാണ് ഇസ്ലാം തൗഹീദുമായി കടന്നു വന്നത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന് പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ പൂർത്തീകരണമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവിടെ സ്വാഭാവികമായി ഈ ദൈവശാസ്ത്രം കടപുഴകി പോവുകയായിരുന്നു. ആ ദൈവശാസ്ത്രത്തിൻ്റെ കടക്കാണ് അവിടെ ഇസ്ലാം കത്തിവെച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാം വളർന്നത്. അവിടെ ഈ ഒരു വചനത്തിൽ കേവലമായി നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ടല്ല, മറിച്ച് അതിന് പിന്നിൽ വലിയൊരു ദൈവശാസ്ത്രമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ വിളിച്ചുകൊണ്ട് ഉള്ള അവസാനത്തെ പ്രഖ്യാപനമാണിത്. ഖുർആനിലെ 49-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവസാനത്തെ ഖുർആൻ യാ അയ്യുഹന്നാസ് കൊണ്ട് ആരംഭിക്കുന്നത് ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 21-ാമത്തെ വചനത്തിലാണ്. ആദ്യമായി യാ അയ്യുഹന്നാസ് എന്ന ഖുർആൻ പറയുന്നത് സൂറത്തുൽ ബഖറയിലാണ്. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനത്ത് തമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതാണ് മനുഷ്യരായി കാണുന്ന ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൻ്റെ അടിത്തറ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ നാഥനെയാണ്, നിങ്ങളുടെ സൃഷ്ടാവിനെയാണ്, നിങ്ങളുടെ മുൻഗാമികളുടെ സൃഷ്ടാവിനെയാണ്. എങ്കിലേ നിങ്ങളുടെ ജീവിതത്തിന് ഒതുക്കവും ചിട്ടയുമുള്ള മുത്തഖികളായി നിങ്ങൾ തീരൂ. ആ തമ്പുരാൻ, നിങ്ങളുടെ നാഥൻ, അവൻ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ദൈവമല്ല, ഏതെങ്കിലും ദേശത്തിൻ്റെ ദൈവമല്ല, ഏതെങ്കിലും പ്രദേശത്തിൻ്റെ ദൈവമല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി, മനുഷ്യർ മാത്രമുള്ള അവിടെ യാ അയ്യുഹന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവനാണ്. മനുഷ്യർക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കി കൊടുത്തവനാണ്. മനുഷ്യർക്ക് വേണ്ടി ഉപരിലോകത്തിന് എന്ന് ജലഗണങ്ങളെ ഇറക്കി കൊടുത്തവനാണ്. മനുഷ്യർക്ക് വേണ്ടി ആ ജലഗണങ്ങൾ ഉപയോഗിച്ച് സസ്യലതാദികളെ മുളപ്പിച്ചു കൊടുത്തവനാണ്. ഇതൊരു വല്ലാത്ത പ്രഖ്യാപനമാണ്. ദൈവശാസ്ത്രത്തിലാണ് ഇടപെടുന്നത് മനുഷ്യരോട്. ആ ദൈവശാസ്ത്രത്തിൽ ഇടപെട്ട് മനുഷ്യരുടെ തമ്പുരാൻ, മനുഷ്യരുടെ നാഥൻ. ഇതിൻ്റെ വില നമ്മൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ നേറിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലേക്ക് തന്നെ നോക്കിയാൽ മതി. മറ്റുള്ളവരെ ഈ പിഞ്ച് ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു പൈതങ്ങളുടെ ശവക്കൂനക്ക് മുകളിൽ സാമ്രാജ്യം പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അവരെയെല്ലാം കാണുന്നത് എന്തായിട്ടാണ്? മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരായിട്ടാണ്. എന്താ കാരണം? അവരുടെ ദൈവശാസ്ത്രമാ പ്രശ്നം. ജൂതന്റെ ദൈവശാസ്ത്രം, ജൂതന് ഏകദൈവ വിശ്വാസിയ. സത്യത്തിൽ ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ദൈവവിശ്വാസമില്ലാത്തവരാ. പക്ഷേ ബഹുഭൂരിപക്ഷ ആളുകൾ, ഞാൻ പലപ്പോഴും അവരുടെ ലേഖനങ്ങളും മറ്റെല്ലാം വായിച്ചിട്ടാണ് പറയണേ, പക്ഷേ അവർ വിചാരിക്കുന്നത് ദൈവം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്താണെന്ന്. ദൈവവിശ്വാസമൊന്നുമില്ല, പക്ഷെ അവർ വിചാരിക്കുന്ന ദൈവം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്താണ്.
ഇപ്പോൾ ഈ ബാക്കിയുള്ളവരെ മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞ നെതന്യാഹു അടക്കമുള്ള ആളുകൾ, അവർക്ക് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ലേഖനങ്ങളിലൂടെ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇസ്രായേൽ ദേശീയതയുടെ അടിത്തറ എന്താ? ഇസ്രായേലിൻ്റെ ദൈവം യഹോവ, ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവം, ഇസ്രായേലർക്ക് അനുഗ്രഹം നൽകുന്ന ദൈവം, ഇസ്രായേലിന് വേണ്ടി ലോകം നൽകുന്ന ദൈവം, ഇസ്രായേലിന് വിശുദ്ധ സ്ഥലം, ആ ഇസ്രായേലിന് വേണ്ടി തോറ്റുകൊടുക്കുന്ന ദൈവം. അതെ, ഇസ്രായേൽ എന്നുള്ള തറവാടിനെ കുറിച്ച് തന്നെയുള്ള കഥ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും, യാക്കോബ് യഹോവയുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് യഹോവ തോറ്റുപോയി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇസ്രായേൽ എന്നുള്ള പേര് കിട്ടിയത്. അതെ, ബൈബിളിൽ ഇന്നുമുള്ള മലയാള ബൈബിളിലടക്കം രേഖപ്പെടുത്തപ്പെട്ടതാണ്. അങ്ങനെയുള്ള ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി ദൈവമടക്കം തോറ്റുകൊടുത്ത ഒരു ഗോത്ര നേതാവിൻ്റെ കീഴിലുള്ള ഗോത്രം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അധീശത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു, വിചാരിക്കുന്നു. ലോകത്തെങ്ങും ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുടെ മുഴുവനും അടിത്തറ അങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നുകിൽ ദൈവനിഷേധത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൽ നിന്ന്. അവിടെ ആണ് പറഞ്ഞല്ലോ ഞാൻ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം സട്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്ന ആശയം. നിന്റെ ആരാധനയും മനുഷ്യൻ ഐക്യപ്പെടലും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. സട്ടാവിൻ്റെ മുന്നിൽ മാത്രം തലകുനിക്കുമ്പോൾ, അവനെ മാത്രം ആരാധിക്കുമ്പോൾ, അവനെ യഥാർത്ഥത്തിലുള്ള നാഥനായി അംഗീകരിക്കുമ്പോൾ, നമ്മുടെ ആ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിനകത്തുള്ള സങ്കുചിതത്വങ്ങൾ മുഴുവനും പൊട്ടിത്തകർന്ന് തരിപ്പണമാകും. ആകാതെ നിർവാഹമില്ല. അതാണ് ഇന്ത്യയിൽ കണ്ടത്. നമ്മൾ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത്? നമ്മൾ പരിശോധിച്ചു നോക്കുക ചരിത്രത്തിൽ. കേരളത്തിൽ സംഭവിച്ചത് എന്താ? കേരളത്തിൽ സംഭവിച്ചത്, കേരളത്തിലെ ബ്രാഹ്മണ വീടുകളിൽക്കകത്തേക്ക് പ്രവേശനമില്ലാതിരുന്ന ചണ്ടാളൻ, അകത്തേക്ക് പോയിട്ട് അടുത്തേക്ക് പോലും പോകാൻ പാടില്ലാത്ത ആള്, അടുത്തേക്ക് പോലും പോകാൻ പാടില്ലാത്തയാൾ, അയാൾക്ക് അതിന് പോലും അവകാശം ഉണ്ടായിരുന്നില്ലാത്ത ആൾ. ചണ്ടാളൻ തെരുവിലൂടെ നടക്കുമ്പോൾ പിന്നിലൊരു ചൂല് കെട്ടി നടക്കണമെന്ന് നിയമമുണ്ടായിരുന്ന അവസ്ഥ. അവിടെ നിന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം അംഗീകരിച്ച് മാർഗം കൂടുക എന്നത്തെ ഭാഷ, ആ മാർഗം കൂടിയാൽ അവർ പിന്നീട് ബ്രാഹ്മണനോടൊപ്പം ഇരിക്കാൻ അർഹത നേടിയെടുക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മ എന്നുള്ള പറഞ്ഞില്ലേ, ആ ഖൈറ ഉമ്മത്ത് സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ തൗഹീദാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ ഒന്നിപ്പിച്ചത്, ചരിത്രത്തിൽ എല്ലായിടത്തും. ഹൃദയത്തിനകത്തെ സകലവിധ സങ്കുചിതത്വങ്ങളെയും തകർത്ത് കളഞ്ഞത് ആ തൗഹീദിലേക്കാണ്. ഈ കാലഘട്ടത്തിലും ആ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുകയാണ് ഇക്കാലഘട്ടത്തിലെയും ദൗത്യമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ഈ വെറുപ്പുൽപാദനത്തിൻ്റെ കാലത്തും നേരിനോടൊപ്പമേ ഞങ്ങൾ നിൽക്കൂ എന്ന വലിയ നിലപാട് പ്രഖ്യാപിക്കുന്നത്. അതിന് വലിയ ആർജവം വേണം. നേരിനോടൊപ്പമേ നിൽക്കൂ എന്ന് പറയണമെങ്കിൽ ആർജവം വേണം. കാരണം ഇന്ന് നേരുകൾ, സത്യങ്ങൾ പോലും വിഭാഗങ്ങൾക്കനുസരിച്ച് മാറുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് നേരിനോടൊപ്പം നിൽക്കുന്ന ഏത് വിഷയത്തിലാണെങ്കിലും സ്വന്തത്തോടൊപ്പമല്ല, സ്വന്തക്കാരോടൊപ്പമല്ല, നേരെവിടെയാണോ അവിടെ നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. നീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമൂന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുന്നവരെന്നുള്ള നിലക്ക് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കണം. എന്നിട്ട് പറഞ്ഞാൽ എന്താണ്? ആ നീതി നിങ്ങൾക്കെതിരാണെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്കെതിരാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെതിരാണെങ്കിൽ, നല്ല പണക്കാർക്കെതിരാണെങ്കിൽ, പാവപ്പെട്ടവനെതിരാണെങ്കിൽ
എല്ലാം നീതിയോടൊപ്പം നിൽക്കുന്നവരാണ്. ആ നീതി, സത്യം, ഇതിനോടൊപ്പമാണ് ഏതവസ്ഥയിലും വർഗീയമായി ഇവയെല്ലാം വേർതിരിക്കുന്ന സത്യാനന്തര കാലത്ത്. സത്യം എന്നതുപോലും വിഭാഗങ്ങൾക്കനുസരിച്ച് മാറിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ISM പറയുന്നത് സത്യത്തിനു വേണ്ടി, നേരിനു വേണ്ടി നിലനിൽക്കാൻ, നേരിനോടൊപ്പം ഏതൊരവസ്ഥയിലും നിൽക്കാൻ അതിന് സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ്. അതിലേക്ക് സന്നദ്ധത ഉണ്ടാക്കുന്നവരായി മറ്റുള്ളവരെ മാറ്റിയെടുക്കാനുള്ള പ്രഖ്യാപനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം മാനവികതാ സമ്മേളനങ്ങൾ നടത്തുന്നത്. ആ മാനവികത കേവലം വർത്തമാനത്തിലുള്ളതല്ല. ഈ മാനവികത യഥാരൂപത്തിലുണ്ടാകണമെങ്കിൽ പടച്ചവനിലേക്ക് തിരിച്ചു വരണം. പടച്ചവന്റെ മാർഗത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. അതിനർത്ഥം പിന്നെ എല്ലാവരും ഏതെങ്കിലും ഒരു മതം സ്വീകരിക്കണമെന്നല്ല. തീർച്ചയായും ഇസ്ലാം മനുഷ്യരെ സൃഷ്ടികൾക്കുടെ ആരാധനയിൽ നിന്ന് സൃഷ്ടാവിന് മാത്രമുള്ള ആരാധനയിലേക്ക് ക്ഷണിക്കും. ആ സൃഷ്ടാവിന് മാത്രമുള്ള ആരാധനയിലൂടെയാണ് പൂർണ്ണമായ അർത്ഥത്തിലുള്ള മാനവികതയുണ്ടാവുക എന്ന് ഇസ്ലാം ശക്തമായി തന്നെ സമൂഹത്തോട് പറയുന്നു. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, നിഷേധിക്കേണ്ടവർക്ക് നിഷേധിക്കാം. ഇതിലൂടെയാണ് മനുഷ്യരെ നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്ന ആശയം വരുന്നത്. അത് മാത്രം പറഞ്ഞു നിർത്തല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഔന്നത്യമുണ്ട് മനുഷ്യർക്കിടയിൽ. ആ ഔന്നത്യത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ജന്മമല്ല, വിഭാഗമല്ല, ദേശമല്ല, ഭാഷയല്ല, മറിച്ച് നിങ്ങളുടെ കർമ്മങ്ങളാണ്, നിങ്ങളുടെ വിശുദ്ധിയാണ്, നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ തഖ്വയാണ്. ആ ഒരു തലത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന തരത്തിൽ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സമ്മേളനത്തിന് മുൻപും സമ്മേളനത്തിന് ശേഷവുമെല്ലാം ഈ സത്യാനന്തര കാലത്ത് ഈ പ്രത്യേകമായി വെറുപ്പുൽപാദനത്തിന് വേണ്ടി തന്നെ സർക്കാരിൻ്റേതും അല്ലാത്തതുമായ എല്ലാ മിഷനറികളും ഉപയോഗിക്കപ്പെടുന്നൊരു കാലത്ത് സത്യത്തോടൊപ്പം നിന്ന് സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിച്ച് അതിനുവേണ്ടി പണിയെടുത്ത് നിലനിൽക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. ആ സമ്മേളനത്തോടനുബന്ധിച്ച പരിപാടികളിൽ അതിനുശേഷമുള്ള മുമ്പുള്ള പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും സാന്നിധ്യവും അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.